ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ മലയാളികൾക്ക് ഇതിൻ്റെ ആ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് അധികം ആരും ഉപയോഗിക്കത്തില്ലെന്ന് തോന്നുന്നു. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഇത് കഴിക്കുകയാണെങ്കിൽ ഗുണങ്ങൾ ഒരുപാടാണെന്നാണ് വലിയ വലിയ ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കിന്നിതാ ഈ ബ്രൊക്കോളി വെച്ചിട്ടാണ് തോരൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഞാൻ ബ്രൊക്കോളിയൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ കാണും, അപ്പോൾ അത് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ 2 കോഴിമുട്ടയൊന്ന് പൊട്ടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാവേ. ഇതുപോലെ ഒന്ന് തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ചിക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വേകണം. 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ മുട്ടയൊക്കെ ഇതുപോലെ ഒന്ന് എടുത്താൽ മതി. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഈ ബ്രൊക്കോളി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മുട്ടയോ ചിക്കനോ ഒക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഉണ്ടല്ലോ, എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടും. അതിൻ്റെ ടേസ്റ്റ് നല്ലതായിരിക്കും. അതല്ലാതെ അത് മാത്രം ഇട്ടുണ്ടാക്കുമ്പോഴാണ് നമുക്ക് ആർക്കും അത്ര ഇഷ്ടപ്പെടാതെ വരുന്നത്. ഇതിനി മാറ്റി വെച്ചിട്ടുണ്ട്. കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം ബ്രൊക്കോളിയൊക്കെ ഒരു ചോപ്പർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ചെറിയൊരു സവാള കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ചിക്കി എടുത്ത മുട്ടയുണ്ടല്ലോ, അതും ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാം. അതിനായിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. കടുക്, വറ്റൽമുളക് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിത് തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ മുട്ടയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല. തേങ്ങ ചേർക്കാതാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമ്മൾ ഈ സാധാരണ ഈ വള്ളിപ്പയറൊക്കെ തോരൻ വെക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിലിട്ടൊരു 3 മിനിറ്റ് മാത്രം അടച്ച് വെച്ചൊന്ന് വേവിച്ചാൽ മതി. അടപ്പൊക്കെ അടച്ചു കൊടുത്ത് നമ്മൾ വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അത് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഈ ഒരു സമയത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. തേങ്ങ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കണമെന്നുള്ളവർ ഈ ഒരു സമയത്ത് കുറച്ച് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ട നന്നായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ആ മുട്ട ചിക്കി എടുത്തത് അല്പം വലുപ്പത്തിൽ കിടക്കും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോപ്പ് ചെയ്തത്. അങ്ങനെ നമ്മളെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഈ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തതല്ലേ, അതുകൊണ്ട് ഇളക്കിയതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബ്രൊക്കോളി തോരൻ റെഡി ആയിട്ടുണ്ടാകും. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ തോരൻ എല്ലാവരും കഴിക്കും. കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. ഇവിടെ എൻ്റെ മോനൊന്നും കഴിക്കില്ല. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തപ്പോൾ കഴിച്ചിട്ടുണ്ട്. അപ്പം മക്കൾക്കൊക്കെ ധൈര്യമായിട്ട് അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ബ്രൊക്കോളി കിട്ടുമ്പം കളയല്ലേ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. വെറൈറ്റി ആയിട്ട് പല രീതിയിൽ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ. ഇത്രയേ ഉള്ളൂ കണ്ടോ, നല്ലതായിട്ട് കുഴയാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം. അതല്ല ചപ്പാത്തിക്ക് വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റിയതാട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും കഴിച്ചോളൂ. വെറുതെ ഈ മുട്ട ചേർത്തത് കൊണ്ട് ചുമ്മാതാണെങ്കിലും സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കോരി കഴിക്കാനും പറ്റും. അങ്ങനെ നമ്മുടെ ഈ ഒരു തോരൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്